പക്ഷേ എബിസിന് ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് യേശു പത്രോസിന്റെ ബോട്ടിനകത്ത് വരുന്ന ഒരു സീനുണ്ട്. എനിക്കിത് കാണുമ്പോൾ അത് ഓർമ്മ വരും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പം എന്നാൽ നാഥാ നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. ഞാൻ വളരെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം പത്രോസിനും മീൻ പിടിക്കാൻ അറിയാം, എന്തുവാണ് കടലിലെ ഓളങ്ങൾ അറിയാം, എവിടുന്ന് മീൻ കിട്ടുമെന്നറിയാം. പക്ഷെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പലപ്പോഴും ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും നടക്കാത്തപ്പോൾ പാസ്റ്റർ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പത്രോസിന്റെ പോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നിശ്ചയമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും ദൈവശബ്ദത്തോട് നാം പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്കും അതുതന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുവാനിടയിൽ. ദൈവശബ്ദം കേട്ട് ശൂന്യതയാണെങ്കിലും വിശ്വാസത്തോടെ ചുവടുവെക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഈ 2016 ഇന്നൊരു അവധി ദിവസമാണ്, ഏപ്രിൽ 15. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ ശൂന്യമായ പടകിനകത്ത് യേശു കർത്താവ് വന്നു, ആഴത്തിലേക്ക് നീങ്ങി വലയിടാൻ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇതുവരെ വെക്കാത്ത സ്റ്റെപ്പ് നീ വെച്ചോ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ പകല് രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിന് വേണം പറയാം, ഇനി എന്തോ കിട്ടാനാ, ഞാൻ ക്ഷീണിച്ചു, പക്ഷെ നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവ് പറഞ്ഞ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ഒന്നിച്ച് ദൈവദാസന്മാരെ നിങ്ങളോട് പറയുകയാണ്, ഏപ്രിൽ മാസം 16-ാം തീയതി ഈ മാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ പെരുത്ത മീൻകൂട്ടം ആ വല കയറി. എന്നിട്ട് പറയുന്നത് അല്ലേ, വല കീറുമാറായി അടുത്ത പടകും മുങ്ങുവോളം, 2 പടകുകളും മുങ്ങുവോളം നിറച്ചത്. അവർക്ക് മാത്രമല്ല വിടുതൽ, മറ്റുള്ളവർക്കും സംഭ്രമം പിടിക്കത്തക്ക, അതിശയമാകത്തക്ക ദൈവത്തിന്റെ മഹത്വം. അതിനകത്ത് ഒരു വാക്യം കൊണ്ട് അവിടെ നീങ്ങുന്നില്ല. പക്ഷേ ഞാൻ എന്നെ ശ്രദ്ധിപ്പിച്ച്, എന്റെ പടക് വിട്ടു പോകണമെങ്കിൽ ഞാൻ പാപിയാണ്. അപ്പൊ അതുവരെ നടക്കാത്ത അത്ഭുതം ജീവിതത്തിനകത്ത് നടക്കുമ്പം മുക്കുവനായ പത്രോസ് പറയുകയാണ്, അവന് പാപബോധം. ഇതാ കേരളത്തിന്റെ സഭയിൽ നടക്കാൻ പോകുന്നത്. ഇതുവരെ നടക്കാത്ത കൂട്ടസ്നാനങ്ങൾ നടക്കാൻ പോകുന്ന മാസമാണ് ഏപ്രിൽ മെയ് മാസം. അതുപോലെയുള്ള അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ദൈവം ചെയ്യാൻ പോവുക. ആൾക്കാർ തോന്നും, എന്തുവായി നടക്കുന്നത്? ഈ മനുഷ്യന്റെ കൂടെ വാസ്തവമായി ദൈവം ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യൻ സഭയുടെ മുഖച്ഛായ ദൈവം മാറ്റാൻ പോവാന്ന് പരിശുദ്ധാത്മാവാലോ. ഇന്ന് എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസ് പറഞ്ഞ വാക്ക്, എന്റെ പടകു വിട്ട് പോണമേ. അത് കഴിഞ്ഞിട്ട് പത്രോസിനോട് കർത്താവ് പറയുന്നത്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇന്ന് കർത്താവ് പറയുന്ന ഒരു പരിചയവുമില്ല നിങ്ങൾക്ക് സുവിശേഷവേലയിൽ, ഒരു പരിചയവുമില്ല. നിങ്ങൾ ആരോടും ഇന്ന് വരെ സുവിശേഷം പറഞ്ഞിട്ടില്ല എങ്കിൽ, പത്രോസിനെ പോലെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, കർത്താവിന് വേണ്ടി ഒരു ശബ്ദം, ഒരു കാൽവെപ്പ് വെക്കാൻ തയ്യാറാകും. നിങ്ങളുടെ ജീവിതം മാറ്റും. അനേകരുടെ പടക് നിറയാൻ ഇടവരും. പക്ഷേ എബിസൺ അങ്കമാലി AG ചർച്ചിൽ നിന്ന് കർത്താവിന്റെ ദാസനെ, ഇത് ഞങ്ങളുടെ കൂടെ സാക്ഷ്യമാണ്. കാരണം ഇത് ഞാൻ സ്നാനപ്പെട്ട ഒരു പാലം, അതുകൊണ്ട് പാലമല്ല വെള്ളമാണ്. 25 വർഷം മുമ്പ് ഞാനും അമ്മയും ഈ വെള്ളത്തിന്റെ, ഈ പാലത്തിന്റെ അടിയിൽ വെച്ചാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ശകലം ഇമോഷൻസ് ഉണ്ട് ഈ ആലപ്പുഴ ജില്ലയ്ക്കായി. നന്ദി കരയിട്ടുന്നു കർത്താവിന്റെ ദാസനെ. ഈ വചനത്തിലൂടെ ദൈവദാസനോടെ എന്തുവാ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ഞങ്ങൾക്കും അതിനോട് ചേർന്ന് തന്നെ പറയാം. ദൈവഭൃത്യൻ പറഞ്ഞതുപോലെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ്, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഈ കടവിൽ അഭിഷക്തൻ സ്നാനമേൽക്കുവാനിടയായി. അന്ന് തന്നോട് അരുളി ചെയ്ത ഒരു ദൈവശബ്ദവും ദൈവത്തിന്റെ നിയോഗവുമാണ് ഈ കടവിൽ, ഇതുപോലുള്ള കടവുകളിൽ ആയിരങ്ങൾ സ്നാനപ്പെടുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങൾക്ക് ഇന്നും ജീവനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, വിശ്വസിക്കാം. ഇന്നും ദൈവം അത്ഭുതം. ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആലപ്പുഴ ദേശത്ത് നിന്ന് ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ ഭവനത്തിനകത്തും ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരണം. യേശുവിന്റെ നാമത്തിൽ രോഗികളായവർ സൗഖ്യമാകണം. പത്രോസ് യോഹന്നാനും ഒന്നിച്ച് ഹല്ലേലൂയ നിന്നതുപോലെ ഞാനും അഭിസൻ ബാസും ഒന്നിച്ച് ഈ ജനത്തെ നോക്കി അനുഗ്രഹം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരുടെ സമാധാനം വാഴട്ടെ. അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം വാഴട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. നിരാശയിലുള്ളവർക്ക് ആശ കൊടുക്കണമേ. പ്രത്യാശയിൽ സമുദ്രിയുള്ളവരായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. തുടർന്ന് ഞങ്ങളെ കേൾക്കുക. ഏത് സമയത്ത് യൂട്യൂബ് എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുവാണ് തീർച്ചയായും ഷെയർ ചെയ്യുക. ലബീഷ് എബ്രഹാം ഡൽഹിയിൽ നിന്നും
എബിസൻ പാസ്റ്റർ എ ജി ചർച്ച് അങ്കമാലിയിൽ നിന്ന് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.